കേരളത്തിൽ LDF വീണ്ടും ഭരണത്തിൽ വരേണ്ടെന്ന് ജനങ്ങൾ ഉറപ്പിച്ചിരുന്നതായി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ CN മോഹനൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വന്നിട്ടുള്ള പോരായ്മകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകും. വരാൻ പോകുന്ന സർക്കാരിനെ അന്ധമായി എതിർക്കുന്ന ഒരു സമീപനം CPIM കൈക്കൊള്ളില്ല എന്നും മോഹനൻ അഭിപ്രായപ്പെട്ടു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനാണ് നമ്മോടൊപ്പം ചേരുന്നത്. എറണാകുളം ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു. എറണാകുളത്തുണ്ടായിരിക്കുന്നത് വലിയ തോൽവിയാണ്. സംസ്ഥാനത്ത് കനത്ത തോൽവി ഏൽക്കേണ്ടി വന്നു. ഒപ്പം തന്നെ ഇടതുമുന്നണിക്ക് എറണാകുളത്ത് 14 സീറ്റുകൾ നഷ്ടമായി. എന്തുകൊണ്ടായിരിക്കാം? വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ? അല്ല, കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ള പൊതുവായ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റമുണ്ട്. ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലയിലുണ്ടായത്. ഒരു സീറ്റ് പോലും കിട്ടാത്ത എന്താണ് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലയുടെ പ്രത്യേകത എന്താണെന്നറിയോ? എറണാകുളം ജില്ലയ്ക്കകത്ത് സംഘടിത മതന്യൂനപക്ഷങ്ങളുണ്ട്. ക്രിസ്ത്യൻ, മുസ്ലിം. ഈ സംഘടിത മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു നല്ല തോതിൽ അവർക്ക് ഒരു തീരുമാനം നടപ്പിലാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാനുള്ള ശേഷിയുള്ളതാണ്. പക്ഷേ ഈ തവണ സംഘടിത ന്യൂനപക്ഷം മാത്രമല്ല, ഭൂരിപക്ഷത്തിൻ്റെ മതഭൂരിപക്ഷത്തിൻ്റെ അകത്തും ഈ തവണയുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് LDF-ന് അനുകൂലമല്ല. LDF-ന്റെ ഗവൺമെൻറ്റിന് ഭരണവിരുദ്ധ വികാരമുണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇനി LDF ഭരിക്കേണ്ട എന്നുള്ള തീരുമാനമുണ്ട്. ആ വികാരമുണ്ട്. LDF അല്ല ഇനി ഭരിക്കേണ്ടത് എന്ന വികാരം കേരളത്തിലെമ്പാടും ഉണ്ടായതാണ്. അപ്പോൾ ആ വികാരം ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് നമുക്ക് ഈ തോൽവി ഉണ്ടായത്. അല്ലെങ്കിൽ ഇത്രയും തോൽവി ഉണ്ടാവേണ്ട പ്രശ്നം ഒന്നിക്കുന്നില്ല. ഇനി LDF അല്ല ഭരിക്കേണ്ടത് എന്ന് ജനം തീരുമാനിച്ചു. അങ്ങനെയാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അതെല്ലാം കണ്ട് നമുക്ക് ഏതെല്ലാമാണ് നമുക്ക് കുറവുള്ളത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, LDF ഒരിക്കലും ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടാവില്ല. കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും, അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ സർക്കാർ വന്നത്, അതിനെ എല്ലാത്തിനും എതിർക്കുന്ന, എല്ലാത്തിനും പിടിച്ച് ആക്ഷേപിക്കുന്ന അങ്ങനെ നിലപാടുണ്ടാവില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സൃഷ്ടിപരമായിട്ടുള്ള നിലപാടായിരിക്കും പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത് എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മമായി പാർട്ടി അത് പരിശോധിക്കും. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ഇനി ഇടപെട്ട് തന്നെ പോകും എന്നുള്ളതാണ്. എറണാകുളം CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു CN മോഹനൻ.